ദാവീദ് ബത്ലഹേം നിവാസിയായ ജസ്സയുടെ 8 മക്കളിൽ ഒരുവനാണ് ദാവീദ്. ആടിനെ മേയ്ക്കലായിരുന്നു അവന്റെ ജോലി. അവൻ നല്ല ഗായകനും വീണ വായനക്കാരനുമായിരുന്നു. ഇസ്രായേലിന്റെ രാജാവായ സാവൂളിനെ ഒരു പ്രത്യേകതരം രോഗം അലട്ടിയിരുന്നു. ആ വിഷാദ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഗായകനെ കൊണ്ട് രാജദൂതന്മാർ പാടിപ്പിച്ചിരുന്നു. അങ്ങനെ പാട്ടുകാരനായ ദാവീദും ആ ജോലിക്ക് നിയോഗിക്കപ്പെട്ടു. ഈ നാളുകളിൽ ഫിലിസ്തീർ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ആരംഭിച്ചു. ഗോലിയാത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മല്ലനായിരുന്നു അവരുടെ നേതാവ്. ഗോലിയാത്തിനെ കണ്ട് ഇസ്രായേൽ ഭയന്നു വിറച്ചു. ഗോലിയാത്തിനെ എതിർത്ത് ജയിക്കുന്നവന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാനും ധാരാളം പണവും മറ്റും നൽകാമെന്നും രാജാവ് വാഗ്ദാനം ചെയ്തു. എന്നാൽ ആരും മുന്നോട്ട് വന്നില്ല. ഈ അവസരത്തിലാണ് പട്ടാളത്തിലുള്ള ജ്യേഷ്ഠന്മാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ദാവീദ് പാളയത്തിലെത്തിയത്. ആ മല്ലൻ ദൈവജനത്തെ നിന്ദിക്കുന്നത് കേട്ടപ്പോൾ ദാവീദിന് സഹിക്കാനായില്ല. സഹോദരങ്ങളുടെ എതിർപ്പിനെ ഗൗനിക്കാതെ അവൻ ഗോലിയാത്തിന് നേരെ ചെന്നു. ഗോലിയാത്ത് അവനെ കണ്ട് പരിഹസിക്കാനും പുച്ഛിക്കാനും തുടങ്ങി. ദാവീദ് അവന്റെ കവിണയിൽ ഉണ്ടായിരുന്ന കല്ലുകളിൽ ഒന്നെടുത്ത് ഗോലിയാത്തിന്റെ നെറ്റി നോക്കി കറക്കി ഒരേറ് കൊടുത്തു. അത് ഗോലിയാത്തിന്റെ നെറ്റിയിൽ അസ്ത്രം പോലെ പതിച്ചു. ഗോലിയാത്ത് ബോധരഹിതനായി നിലം പതിച്ചു. ദാവീദ് ഓടിച്ചെന്ന് അയാളുടെ വാൾ വലിച്ചൂരി തലവെട്ടിയെടുത്തു. എല്ലാവരും കാണുകെ ഉയർത്തിപ്പിടിച്ചു. ഇത് കണ്ട് ഫിലിസ്തീർ ഭയന്ന് പിന്തിരിഞ്ഞ് ഓടി. ഇസ്രായേൽ സൈന്യം അവരെ പിന്തുടർന്ന് അവരെ വകവരുത്തി. വിജയലാളിതനായി തിരിച്ചെത്തിയ ദാവീദിന് രാജാവ് രാജകീയമായ സ്വീകരണം നൽകി. മാത്രമല്ല തൻ്റെ സൈന്യാധിപന്റെ പദവിയും നൽകി. അവനെ ആദരിച്ചു. പിന്നീട് ദാവീദ് ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി തീർന്നു. സ്വന്തം കഴിവിലും ശക്തിയിലും ഊറ്റം കൊണ്ട ഗോലിയാത്തിനെ നിസ്സാരക്കാരനായ ദാവീദ് എന്ന ആട്ടിടയൻ നിലം പതിപ്പിച്ചു. നമ്മൾ നിസ്സാരെന്ന് കരുതുന്നവരാകാം പലപ്പോഴും ഉന്നത സ്ഥാനങ്ങളിലെത്തുന്നത്. സ്വന്തം കഴിവിന്റെ പേരിൽ സമൂഹത്തെ വെല്ലുവിളിക്കുന്നവൻ അവയുടെ ദാതാവായ ദൈവത്തെ തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. ദൈവത്തെ വെല്ലുവിളിക്കുന്നവർക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് ഗോലിയാത്തിന്റെ ജീവിതം. പൗലോസ്ലീഹ പറയുന്നു, വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ട നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവനെയും ഇല്ലായ്മയെയും തന്നെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ പ്രതീകമാണ് ദാവീദ്. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ വചനം ഏശയ്യായുടെ പുസ്തകം 40-ാം തിരുവചനവും 30 മുതൽ 31 വരെയുള്ള തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നു. അതെ, അവന്റെ ജീവിതം കഴുകൻ്റേത് പോലെ പറന്നുയരാനുള്ളതാണ്. അത് സ്വന്തം ഉന്നമനത്തിനല്ല, സഭയുടെയും സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനാണ്. നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. കഴിവുകൾ പ്രയോജനപ്പെടുത്താതിരിക്കുന്നതും കഴിവുകൾ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും തെറ്റു തന്നെ. ദാവീദ് ആട്ടിടയനായ ചെറുപ്പക്കാരനായിരുന്നു. അവന് ചെന്നായ്ക്കളുടെ കയ്യിൽ നിന്ന് ആട്ടിൻകുട്ടികളെ എങ്ങനെ രക്ഷിക്കാമെന്നറിയാം. ആ കഴിവ് തന്നെയാണ് അവൻ ഗോലിയാത്ത് എന്ന മല്ലനെ നേരിടുമ്പോൾ പ്രയോഗിച്ചതും. നമുക്ക് എന്ത് കഴിവുണ്ടോ അത് ദൈവത്തിൽ ആശ്രയിച്ച് നന്മയ്ക്ക് വേണ്ടി ചെയ്യുക, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ ദാവീദിനെ പോലെ രാജസന്നിധിയിലും ദൈവത്തിന് മുമ്പിലും നമ്മൾ സ്വീകാര്യരാകും. ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ, അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും. അവന് സാധാരണക്കാരോട് കൂടെ നിൽക്കേണ്ടി വരികയില്ല. നമുക്കുള്ള ദൈവം തന്ന കഴിവുകൾ നമ്മളെപ്പോഴും ദൈവത്തിന് കൃതാർത്ഥനായിരിക്കണം. ദൈവത്തിന്റെ ദാനമായി നമുക്ക് ലഭിച്ച കഴിവുകളെല്ലാം ദൈവ നന്മയ്ക്കും ദൈവ ഇഷ്ടത്തിനും നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ശാശ്വതമായ വിജയത്തിന് സ്വീകാര്യമായി തീരും. നമ്മൾ ദൈവിക സംരക്ഷണത്തിനും ദൈവിക സുരക്ഷിതത്തോടുകൂടിയുള്ള ദൈവിക വിജയം നമുക്ക് ലഭിക്കുകയും ചെയ്യും.